ഇതുപോലെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വന്തം ബോഡിയിലെ ബ്ലോക്ക് പോലും അറിയാൻ കഴിയാത്ത നമ്മൾ പ്രപഞ്ചത്തിന്റെ അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ മണ്ഡലങ്ങളിൽ എല്ലാ രഹസ്യങ്ങളും അറിയണമെന്ന് വാദിക്കുന്നത് യുക്തിയല്ല. കാരണം ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലിനുരിയഹു മിൻ ആയാതിനാ. ഈ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആല കൊടുത്ത മഹത്വം എത്രയാണ്! അവിടുന്ന് മഹാനായ ഉമറുൽ ഖാലി തങ്ങൾ പറയുന്നു, വറഅ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ. അവിടുന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ഇൽമേതാണ്? മാനുഷിക മണ്ഡലവും അതിന്റെ രഹസ്യങ്ങളും, മാലാഖാ മണ്ഡലവും അതിന്റെ രഹസ്യങ്ങളും, അള്ളാഹുവിന്റെ അധികാര കേന്ദ്രങ്ങളും അതിന്റെ രഹസ്യങ്ങളും. അതാണ് ജബറൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മാലാഖയുടെ മണ്ഡലമാണ് മലക്കൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മനുഷ്യന്മാരുടെ ലോകമാണ് നാസൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി. അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങളുടെ കവാടമായ മുദർരിസുൽ ലാഹൂത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം അറിഞ്ഞ രാത്രിയാണ്. അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം അയിമ്മത്ത് പഠിപ്പിക്കുന്നത്. മസ്ജിദുൽ ലാഹൂത്തിന്റെ മുദർരിസ് ആരാണ്? മസ്ജിദുൽ ലാഹൂത്ത് അള്ളാഹുവിന്റേതാണ്. അതിലെ മുദർരിസ് ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. അതിമാ മുസ്ലിം പഠിപ്പിച്ചതാണ്. അന ഖാസിമുൻ വല്ലാഹു യുതി. അള്ളയാണ് വിജ്ഞാന ഭണ്ഡാരങ്ങളുടെ ദാതാവ്, അതേ സമയത്ത് അതിന്റെ വിതരണക്കാരൻ ഞാനാണ്. മുദർരിസിന്റെ പണി ഇൽമ് വിതരണം ചെയ്യലാണ്, അല്ലാതെ പള്ളി ഉണ്ടാക്കലല്ല. ആ മുദർരിസ് ആരാണ്? ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ. ഇങ്ങനെ എത്രയെത്ര അഭൗമിക സൂപ്പർ നാച്ചുറൽ അവിടുന്ന് ഇൽമുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയതെന്നറിയുമോ? അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവൻ ഇൽമുകളും കിട്ടുന്നു. ലൗഹിലെ ഇൽമു അല്ലാഹുവിന്റെ ഇൽമിൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമിന്റെ ഭാഗമാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ, അവിടുത്തെയുടെ ഇൽമിന്റെ അംശം മാത്രമേ ലൗഹിലെ ഇൽമുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അൽ ഉംദ ശറഹുൽ ബുർദയിൽ ഈ ബൈത്തിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ മഹാന്മാരായ അമ്പിയാക്കന്മാരും വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ ഖറഫൻ മിനൽ ബഹരി ഔ റസ്ഫൻ മിനദ്ദിയനി وواقفون لديه عند حده من نقطة العلم من سكلة الحكم. എല്ലാ അമ്പിയാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈജ്ഞാനിക സാഗരത്തിൽ നിന്ന് അല്പം ചില ശകലങ്ങളും എടുത്തിട്ട് വന്ന് വിതരണം നടത്തിയവരാണ്. കാരണം ഈസാ നബിക്ക് ബനു ഇസ്രായേലിനെ നോക്കിയാ മതി, മൂസാ നബിക്ക് അവിടുത്തെ ഉമ്മത്തിനെ നോക്കിയാ മതി, ആദം നബിക്ക് അവിടുത്തെ കാലത്ത് നോക്കിയാ മതി. അപ്പൊ കുറച്ച് ഇൽമു മതി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തെ മുഴുവനും നോക്കുന്ന പണിയുണ്ട്. വഖാതമൻ നബീൻ, ലോകം മുഴുവനും നോക്കുന്ന പണിയും അവസാനം വരെ നോക്കുന്ന പണിയുമുണ്ട്. അതുകൊണ്ട് എല്ലാ ഇൽമിന്റെയും കേദാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനവും വാങ്ങി തിരിച്ചങ്ങ് മക്കത്തേക്ക് വരുന്നു. ഞാൻ മേറാജ് അങ്ങ് ചുരുക്കിയതാണ്, സമയത്തിന്റെ പരിമിതി പരിഗണിച്ചതാണ്. അങ്ങനെ മേറാജ് കഴിഞ്ഞ് തിരിച്ചങ്ങ് വരുമ്പോഴോ ആയിഷ ബീവിയുടെ നിവേദനം ഒന്നുകൂടി വായിക്കട്ടെ. കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ചൂട് പോലും മാറാത്ത അത്ര കുറച്ച് സമയമേ എടുത്തിട്ടുള്ളൂ.
ഇത് മുഴുവനും ചെയ്യാൻ ഇത് ആധുനിക സയൻസിനോട് പറ്റുമോ മുസ്ലിയാരെ? കുഴപ്പമൊന്നുമില്ല. 60 കിലോയുള്ള ഭൂമിയിലെ മനുഷ്യൻ അങ്ങ് ചന്ദ്രനിലേക്ക് ചെല്ലുമ്പോ 10 കിലോയേ ഉള്ളൂ. കാരണം 6 വെയിറ്റേ ഉള്ളൂ. അവിടുന്ന് ചന്ദ്രനിലെ ഒരു ദിവസം, ഭൂമിയിലെ 2 ആഴ്ചയാണ്. ഇതുപോലെ ലോകത്തിന്റെ ഗോളങ്ങൾ വ്യത്യാസപ്പെടുമ്പോഴും സ്ഫിയർ വ്യത്യാസപ്പെടുമ്പോഴും സമയത്തിന്റെ വ്യത്യാസമുണ്ട്, മാസത്തിന്റെ വ്യത്യാസമുണ്ട്. ചന്ദ്രനിൽ പോയി അടക്കം പറഞ്ഞാൽ കേൾക്കൂല, അവിടെ വായുവില്ല, അവിടെ ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നയാളോ അവിടുന്ന് ഓക്സിജനും കൂടി കൊണ്ടുപോയാലേ അവിടെ 10 ഏക്കർ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇത് മുഴുവനും ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോ ഇതിനെ മുഴുവനും പരാജയപ്പെടുത്തിയ മുഅ്ജിസത്തിന്റെ നേതാവാണ് സയ്യിദി വ മലാദി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും മഹത്വമാർന്ന രാവുകളെ അവിടുന്ന് പഠിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് കിടക്കുന്ന കിടപ്പറയുടെ ചൂട് എങ്ങനെയാണ് പറയുക? ഇത് ഹിജറയ്ക്ക് 1 കൊല്ലം മുമ്പല്ലേ എന്ന് മഹാന്മാര് ചിലർ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടിയും തൊട്ടടുത്ത് തന്നെ അയിമ്മത്ത് പറയുന്നുണ്ട്. ആ സമയത്തിന്റെ ചുരുക്കം പറയാനുള്ള സൂചനയാണെന്ന് ഹദീസിന്റെ വ്യാഖ്യാനമുണ്ട്. ഇതുപോലെ അയിമ്മത്ത് മുഴുവനും വിശദീകരണം നൽകിയ ഇസ്രാ എന്ന ആ പ്രാഥമിക യാത്രയും മേറാജ് എന്ന ഒഫീഷ്യൽ സന്ദർശനവും നമ്മുടെ അനുസ്മരണത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോ ഓരോ കാലഘട്ടങ്ങളിലും അതിനനുസൃതമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട യാത്രയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ദിവസത്തിന്റെ യാത്രയിൽ നിന്ന് പത്മഭൂഷണോ പത്മശ്രീയോ ഇതൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ സമ്മാനം വാങ്ങി നമ്മുടെ നേതാവ് വന്ന ചടങ്ങിൽ നമുക്ക് കിട്ടിയ സമ്മാനം ഏതാണ്? അസ്സലാ ബൈനൽ മർഇ വ ബൈനൽ കുഫ്രി തർക്കുസ്സലാ من ترك صلاة الصبح فهو خارج عن ذمة الله من صلى صلاة الصبح فهو في ذمة الله. മോനെ, ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വിഷയം എന്താണ്? അത് നിന്റെ പരിശുദ്ധമായ നിസ്കാരമാണ്, നിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. കാരണം ലികുല്ലി സുലാമ സദഖ, എല്ലാ കെണിപ്പിനും സദഖയുണ്ട്. ഓരോ കെണിപ്പുകളും അള്ളാഹ്ക്ക് സദഖ കൊടുക്കണം. നിന്റെ വാഹനം റോഡിലൂടെ പോകാൻ റോഡിന്റെ ടാക്സ് കൊടുക്കണം. എന്നാലേ ഗവൺമെന്റ് നിന്റെ വാഹനം വിടുകയുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പോലീസുകാർ പിടിക്കും. നിന്റെ വാഹനത്തിന് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് കിട്ടൂല. അതൊക്കെ റോഡ് ടാക്സ് അടച്ചില്ലെങ്കിലുള്ള കംപ്ലൈന്റ് ആണ്. അതുപോലെ രാവിലെ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ റോഡ് ടാക്സ് അടയ്ക്കാത്ത വാഹനം ഓടിക്കും പോലെയാണ്. എവിടെയെങ്കിലും അപകടം സംഭവിച്ചാൽ ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ല, അവൻ ഇൻഷുറൻസിൽ നിന്ന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ സമയത്ത് ടാക്സും ഇൻഷുറൻസും ഒക്കെ അടയ്ക്കുന്ന കൃത്യമായ ഉപഭോക്താവാണോ? ലൈസൻസും കയ്യിലുണ്ടോ? ആ ക്ലെയിമും ക്ലിയർ ആണോ? എന്നാൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ പൈസ തരും. അതുകൊണ്ട് നീ കൃത്യമായ പേപ്പറുള്ളവനായി ദുനിയാവിൽ സഞ്ചരിക്കണമെങ്കിൽ മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിന്റെ ഓരോ അവയവത്തിനുമുള്ള സ്വതക്ക വീടലാണ്. നീ എവിടെന്ന് കയ്യങ്ങുയർത്തിയിട്ട് കെട്ടുന്നു, ഇതാ ഒരു കെണിപ്പിന്റെ സ്വതക്കയങ്ങ് കഴിഞ്ഞു. നീ ഇവിടെ ഒരു മടല് വെച്ച് കെട്ടിയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയേ, നീ വാരുന്ന ഭക്ഷണം അടുത്ത പഞ്ചായത്തിലെ കാക്കാടെ വായിലെത്തു, നിന്റെ വായിലെത്തൂല. അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ മടങ്ങിത്തരുന്ന ഈ കൈയുടെ ഈ കെണിപ്പിന് സ്വതക്ക വേണം കേട്ടോ. അതാണ് നീ അങ്ങ് കൈകെട്ടുന്നത്. ലികുല്ലി സുലാമാ സദഖ. അങ്ങനെ നിന്റെ വിരലുകളുടെ ഈ 3 മടക്കുണ്ട്. ഇതിങ്ങനെ നേരെയാക്കിയിരുന്നെങ്കിലോ നിനക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓരോ കെണിപ്പ് കൊണ്ട് നീ ഉപയോഗം എടുക്കുന്നുണ്ട്. ഇതിന് മുഴുവനും നീ സദഖ കൊടുക്കണം കേട്ടോ. അവസാനം അത്തഹിയ്യാത്ത് വരെയാകുമ്പോ നീ എന്നാലോചിച്ചു നോക്ക്. നിന്റെ കാലിന്റെ വിരലിന്റെ 3 മടക്കുകൾക്കും നീ സദഖ കൊടുത്തു കഴിഞ്ഞു. നിന്റെ കൈയുടെ ഈ മണിബന്ധത്തിന് നീ സദഖ കൊടുത്തു കഴിഞ്ഞു. ഈ ഒടിവിന് നീ സദഖ കൊടുത്തു കഴിഞ്ഞു. ഈ കെണിപ്പിന് നീ സദഖ കൊടുത്തു കഴിഞ്ഞു. അരയ്ക്കുള്ള സദഖ റുക്കോയിലും ഉയരുമ്പോഴും കൊടുത്തു കഴിഞ്ഞു. കാൽമുട്ടിനും മടമ്പുകാലിനും എല്ലാത്തിനുമുള്ള സദഖ സുജൂദിലങ്ങ് കൊടുത്തു കഴിഞ്ഞു. തലയ്ക്കുള്ള സദഖയും കൊടുത്തു, കണ്ണിനുള്ള സദഖയും കൊടുത്തു, കാതിനുള്ള സദഖ നീ അതിലേക്ക് ഇൻഫാത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ എല്ലാ
എല്ലാം കൊടുത്തു കഴിയുമ്പോ അത്തഹയ്യാത്തിരിക്കുമ്പോ ആലോചിക്കുകയാണ്, എല്ലാ കെണിപ്പിനുമുള്ള സദക്കയായോ? ഇല്ല ഇല്ല, ഒരു 2 കെണിപ്പിന്റെ സദക്ക ബാക്കിയുണ്ട്. അതൊന്ന് ഈ ഭാഗത്തുള്ള ഞരമ്പാണ്, ഒന്ന് ഈ ഭാഗത്തുള്ള ഞരമ്പുമാണ്. അതുകൂടി അങ്ങ് വീടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിന്റെ കെണിപ്പിന് മുഴുവനും നീ ടാക്സ് അടച്ചവനായി. ഇത് 5 നേരമാണ് ദിവസം കൊടുക്കേണ്ടത്. ഈ ടാക്സ് ഒടുക്കിയില്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്, കേട്ടോ. അതേ സമയത്തോ നമ്മുടെ ചില ടാക്സുകൾക്ക് ഇളവ് ഹാർട്ട് അറ്റാക്ക് പിടിച്ച ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ രോഗങ്ങളോ മറ്റോ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിൽ പല ആനുകൂല്യങ്ങളുമുണ്ട്. അതുപോലെ നീ യാത്രക്കാരനാണെങ്കിൽ നിനക്ക് ടാക്സ് കുറച്ചു കൊടുത്താൽ മതി. 2 നേരത്തെ നിസ്കാരം 1 നേരത്തെ നിസ്കരിക്കാനുള്ള ജംഇന്റെ ആനുകൂല്യമുണ്ട്. 4 റക്അത്ത് 2 ചുരുക്കാനുള്ള റിഡക്ഷൻ ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ട്രെയിനിൽ കൺസെഷൻ ഉള്ളതുപോലെയാണ്. അതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും നിന്റെ കെണിപ്പുകൾക്ക് സദഖയുണ്ട്, കേട്ടോ. ലികുല്ലി സുലാമ സദഖ, അത് മുഴുവനും വീടുന്ന ഇബാദത്താണ്. അസ്സലാത്തു ഇമാദുദ്ദീൻ, അത് ദീനിന്റെ തൂണാണ് മോനെ. മൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ, ഒരുത്തനത് ഉപേക്ഷിച്ചാൽ അവൻ ദീനിനെ പൊളിച്ചവനാണ്. വമൻ അദ്ദാഹാ ഫഖദ് ആനദ്ദീൻ, അത് വേണ്ടതുപോലെ വീടിയാൽ അവൻ ദീനിന്റെ സഹായിയാണ്. അതുകൊണ്ട് പഠിച്ചോളൂ, ആ കിട്ടിയ നിസ്കാരമാകുന്ന സമ്മാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേരണം, അള്ളാഹുവിലേക്ക് സംഭാഷണം നടത്തണം. ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞു ഞാൻ വൈകിയതി കൊണ്ട് നിർത്തിക്കോളാം. ഇത് മുഴുവനും നൽകുന്ന മേറാജിന്റെ രാത്രിയും ഇസ്രാഇന്റെ യാത്രയും ലോക സയൻസിനെ മുഴുവനും ഞെട്ടിത്തെറിപ്പിക്കുമ്പോഴും അള്ളാഹു എന്ന ഉടമസ്ഥനോട് അടിമകളുടെ പ്രതിനിധി സന്ധി വെച്ച ദിവസമാണ്. ഈ ദിവസത്തിൽ ചില രംഗങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. വഹുവ ബിൽ ഉഫഖിൽ അഅ്ലാ എന്ന കിതാബിൽ ഹദീസ് ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു. എന്താണെന്നല്ലയോ, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങ് പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് കാണുന്നു ഒരാൾ ഇടത് സൈഡിൽ നിന്നൊരു വിളിയാണ്, വാ മുഹമ്മദാ, ഓ മുഹമ്മദ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞില്ല. ഉടനെ ഒരു ചോദ്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാമേ, ആ വിളി ആരുടേതാണ്? വഹുവ മിനൽ യഹൂദ്, അത് യഹൂദികളുടെ വിളിയാണ് നബിയേ. അവിടുന്ന് അങ്ങാണം തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അവിടുത്തെ സമുദായം ജൂത ശൈലിയിലേക്ക് മാറുമായിരുന്നു നബിയേ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ നസ്രാണികളുടെ വിളിയുണ്ട്, അതിനും നബി തങ്ങൾ ഉത്തരം ചെയ്തില്ല. പിന്നെ അങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്ക ചെല്ലുമ്പോണ്ട് അതാ നരച്ചോര് കിളവൻ ഇങ്ങനെ മാറി നിൽക്കുന്നു. എത്ര വലിയ ഭാഗ്യം കിട്ടിയ കിളവനാണ്, എത്ര വലിയ ദൗർഭാഗ്യമുള്ള കിഴവനുമാണ്. കാരണം എല്ലാ അമ്പിയാക്കന്മാരെയും കണ്ടത് ഇബിലീസേ ഉറപ്പുള്ളല്ലോ. എല്ലാ അമ്പിയാക്കന്മാരുടെ ദർബാറിലും പോയ ആളാണ് ഇബിലീസ്. പക്ഷേ അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞത് ബഹുമാനിച്ചില്ല. അതുകൊണ്ട് എത്ര ഖുർആൻ ക്ലാസ് എടുത്തെന്ന് വിചാരിച്ചാലും ബിദ്അത്തുകാരന്റെ ഈമാനാവൂല. കാരണം ഇബിലീസ് കാണാത്ത അമ്പിയാക്കന്മാരില്ല. അപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണുന്നു ഒരു കിഴവൻ തിരിഞ്ഞു നിൽക്കുന്നു. അതാരാണ്? അത് ഇബ്ലീസാണ് നബിയേ. കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നു. അവിടുന്ന് മാർദ്ദവമായി മാടി വിളിക്കുന്നു. മുത്തുനബി അങ്ങോട്ട് തിരിഞ്ഞതേയില്ല, അവളങ്ങോടി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അതാരാണ്? ജിബ്രീൽ. അത് ദുനിയാവാണ്. ദുയ്യനല്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹ് സീനത്താണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അലങ്കാരമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സൗന്ദര്യമാകുന്ന പെണ്ണ് ദുനിയാവിന്റെ രൂപമായി അവിടെ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചില്ല. അവിടുന്ന് എങ്ങാനും സ്വീകരിച്ചിരുന്നെങ്കിൽ നബിയേ എല്ലാവരും ദുനിയാവിന്റെ അടിമയാകുമായിരുന്നു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ കാണുന്ന കാഴ്ചകളോ ഒന്നുകൂടി ഭീകരമായ രംഗങ്ങളാണ് പിന്നീട് കാണുന്നത്. എന്താണ് കാണുന്നത്? മുന്നോട്ട് പോകുമ്പോഴതാ ഒരാൾ ഇങ്ങനെ രക്തത്തിന്റെ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എടുക്കുന്നു, കരയിൽ നിന്ന് വീണ്ടും അതിലേക്ക് തള്ളിവിടപ്പെടുന്നു, മുങ്ങി വലിക്കുന്നു. അതാരാണ്? വഹുവ ആക്കിലുർ റിബാ, അവൻ പലിശ തിന്നുന്നവനാണ്.
50,000 രൂപ ആസ്തിയുള്ളപ്പോ പിന്നൊരു ലക്ഷത്തിന്റെ ലോണും കൂടിയെടുത്ത് ഉള്ള 50,000 കൂടെ ഹറാമിൽ കലക്കുന്ന പലിശക്കാരനാണ്. അതാ പറയുന്നു പിന്ദ്വാരം തുന്നപ്പെടുകയും അവിടുന്ന് തിന്നാനുള്ള വായ അവിടുന്ന് പൂട്ടപ്പെടുകയും ചെയ്ത മൃഗങ്ങളുണ്ട്, അവിടെ തോപ്പിലൂടെ നടക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടപ്പോഴെനിക്ക് അത്ഭുതം തോന്നി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അത് സക്കാത്ത് കൊടുക്കാത്തവനാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കണം, കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം, കൃഷിയുള്ളവരുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കപ്പെടേണ്ടതിന്റെ സക്കാത്ത് കൊടുത്തോ. റമദാൻ മാസത്തിൽ ചില്ലറ വിതരണം കൊണ്ട് സക്കാത്താവൂല. അതിന് വർഷം തികയുന്ന സമയത്ത് സ്വർണമായാലും ആസ്തിയായാലും അതിന്റെ വർഷം തികയുന്ന സമയത്ത് കണക്കാക്കിയിട്ട് കൊടുക്കണം, അല്ലാതെ സക്കാത്താവൂല. സക്കാത്ത് കൊടുക്കാത്തവർക്ക് ശിക്ഷയുണ്ട്. അതാ രണ്ടാമത് കാണുന്നു, 2 തളികയിൽ, ഒരു തളികയിൽ ഭക്ഷണമുണ്ട്, അതിന് നാറ്റമുണ്ട്. ഇടത് തളികയിൽ വലത് കൈയിൽ ഭക്ഷണമുണ്ട്, തളികയുണ്ട്, ഭക്ഷണത്തിന് സുഗന്ധമുണ്ട്. പക്ഷേ വലത് കൈയിലുള്ള സുഗന്ധ ഭക്ഷണം മാറ്റിവെച്ചിട്ട് ഇടത് കൈയിലുള്ള ദുർഗന്ധ ഭക്ഷണം നുണഞ്ഞുകൊണ്ട് നടക്കുന്നു. ചില ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അതാരാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അവരാരാണ്? അസ്സുനാത്തു വസ്സവാനി, അവര് വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. ഹലാലായ ഭാര്യയെ വീട്ടിൽ കിടത്തിയിട്ട് വേശ്യാലയത്തിൽ പോയവനുണ്ട്, ഹലാലായ ഭർത്താവ് ഗൾഫിലുള്ളപ്പോ ഇവിടെ വേലിചാടിയവളുണ്ട്. അങ്ങനെയെല്ലാം മാറിയിട്ട് തോന്നിവാസം ചെയ്തവരാണ്. അല്ലാഹു ഹലാലാക്കിയ ഭാര്യ വരുന്നത് വരെ കാത്തിരിക്കാതെ അവിടുന്ന് ഹറാമായ വ്യഭിചാരത്തിലേക്ക് പോയവനുണ്ട്, പോയവളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് മേറാജിന്റെ സന്ദേശം, നിന്റെ ജീവിതത്തെ ശുദ്ധിയാക്കിക്കോ മോനെ. ഇന്നസം അവൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ലോകത്ത് എത്ര വലിയ ആഗോളവൽക്കരണം വന്നാലും എത്ര വലിയ ടെക്നോ ഡെവലപ്മെന്റ് വന്നാലും ആണും പെണ്ണും കൂടി ഇടകലരുന്നതിനെ ശരീഅത്ത് അനുവദിച്ചിട്ടില്ല. പെണ്ണിന് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കൽ ഹറാമാണ്. ആണും പെണ്ണും കാലിയായ ഒരു ഓഫീസിൽ ഒറ്റയ്ക്കിരിക്കൽ ഹറാമാണ്. അവരുമായി ഇഖ്തിലാത്ത് ഹറാമാണ്. ലോകം തിരിയാത്ത മതമെന്ന് ആരോപിച്ചത് കൊണ്ട് വ്യഭിചാരം കുറയുന്നില്ലല്ലോ. LKG പെണ്ണിന് പോലും പഠിക്കാൻ പോകാൻ പറ്റാത്ത കാലമായത് ആണും പെണ്ണും തമ്മിലുള്ള വേലികൾ കെട്ടഴിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് അവിടുന്ന് കണ്ണുകൊണ്ട് അന്യ പെണ്ണിനെ നോക്കിയിട്ട് സുഖിക്കൽ ഹറാമാണ്, വ്യഭിചാരമാണ്. കൈകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് അന്യ പെണ്ണിന് കൊടുക്കൽ കൈയുടെ വ്യഭിചാരമാണ്. ഐ ലവ് യു എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യൽ മോനെ അത് ഹറാമാണ്. നീ വിചാരിച്ചോ അല്ല മണ്ടനാണെന്ന്? നീ എവിടുന്ന് സൂപ്പർ മാർക്കറ്റിലേക്കൊന്ന് പോയി നോക്ക്, ഹമാമിന്റെ സോപ്പൊന്ന് വാങ്ങ്. സൂപ്പർ മാർക്കറ്റുകാരനൊരു ലൈറ്റ് അടിക്കുന്ന ഒരു സീരിയൽ കോഡുണ്ട്. ആ കോഡിൽ നിന്ന് അടിക്കുമ്പോഴേക്ക് നിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കൊന്ന് നോക്ക്. ഈ ഉൽപ്പന്നത്തിന്റെ വാലിഡിറ്റി എത്ര, ഇതിന്റെ വാല്യൂ എത്ര, ഇതിന്റെ മാസം എത്ര, ഇത് മുഴുവനും അതിൽ അടയാളപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ അള്ളാന്റെ ഒരു സീരിയൽ കോഡ് നീ ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യുമ്പോ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് അള്ളാന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോ നിന്റെ എല്ലാ അമലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ 1 കോടി 1 വ്യത്യാസം ഈ തമ്പ് പ്രസിനുണ്ട്. ഇത്രയും വലിയ ഡിഫറൻസ് അല്ലാഹു തആല ഓരോരുത്തരുടെയും സീരിയൽ കോഡിൽ വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ ഒരുപോലെ ഇരിക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കുമ്പോ വ്യത്യസ്തമാണ്. ഈ പ്രത്യേകമായ ബാർ കോഡ് അല്ല വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ കൈകൊണ്ട് അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യൽ കൈയുടെ വ്യഭിചാരമാണ്. നീ എവിടുന്ന് നിന്റെ ചെറുപ്പക്കാരിയായ മകൾക്ക് നീ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോ അവൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നു, അവൾ അന്യപുരുഷന്മാരെ വിളിക്കുന്നു, അന്യപുരുഷന്മാർക്ക് മെസ്സേജ് അയക്കുന്നു, അവര് തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു. അങ്ങനെ കാരണമാകുന്ന മൊബൈൽ വാങ്ങിക്കൊടുക്കൽ വാപ്പാ അത് സ്നേഹമല്ല, ദ്രോഹമാണ്. അവളെ നരകത്തിലേക്ക് അയക്കാനുള്ള വഴിയാണ്. നീ തോന്നിവാസത്തിന് വേണ്ടി മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. വലാ തുബസിറ തബ്ദീറാ, നീ ദൂർത്തിൽ വ്യയം നടത്താൻ പാടില്ല. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവിടുന്ന് അങ്ങനെ തോന്നിവാസത്തിന് വേണ്ടി ദൂർത്ത് നടത്തുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ തുറന്നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് അവിടെ അതാ ഭക്ഷണം തിന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് നിന്റെ കണ്ണ് സൂക്ഷിച്ചോ ചെറുപ്പക്കാരാ, നിന്റെ കൈ സൂക്ഷിച്ചോ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണും കാതുമൊക്കെ സൂക്ഷിച്ചോ ചെറുപ്പക്കാരി. ഇവിടുത്തെ ദുനിയാവിലെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് ആഖിറത്തിലൊരു ജീവിതമുണ്ട് മോളെ. അതിൽ സ്വർഗം കിട്ടണമെന്ന വിചാരം വേണം മോളെ. അല്ലാഹുവിലേക്ക് ചിന്ത തിരിച്ചോ. പിന്നെയും അതാ ഒരാളെ കാണുന്നു, വഴിയിൽ ഒരു മരം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് വരുന്ന ആളുകൾ മുഴുവനും കരിക്കപ്പെടുന്നുണ്ട്. അവരാരാണ്? വഴിയിലിരുന്നിട്ട് യാത്രക്കാർക്ക് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ അത് കണ്ടത് മുഴുവനും വിശദീകരിച്ചു തരുമ്പോ ഈ മേറാജിന്റെ രാത്രിയിൽ നമുക്ക് കൈമാറേണ്ട സന്ദേശം എന്താണ്? ഒന്ന്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് മടങ്ങുക. രണ്ടാമത്തത്, നിങ്ങളുടെ ഓരോ അവയവങ്ങളും അല്ലാഹുവിന്റെ ചിന്തയിലല്ലാതെ ചലിപ്പിക്കരുത് കേട്ടോ. എല്ലാം അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് പക്ഷേ ജനങ്ങൾക്ക് ഈമാൻ എന്ന് പറയുന്ന ഒരു അജണ്ടയില്ല. അവർക്ക് തോന്നുന്നത് അവരുടെ മതമാണ്, അവർക്ക് തോന്നുന്നതാണ് അവരുടെ മതം. ഇതുപോലെ അവർ ജീവിക്കുന്നുണ്ട്. കല്യാണ വീടുകളിൽ മുഴുവനും തോന്നിവാസം നടക്കുന്നുണ്ട്. എത്ര വലിയ ഹാജിയാരുടെയും പള്ളി പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഏതാളുടെ മകളുടെ കല്യാണമാണെങ്കിലും തലേന്ന് വീഡിയോക്കാരന് കാണാനും വീഡിയോയിൽ പിടിക്കാനും വിട്ടുകൊടുക്കുന്നുണ്ട്. ഹറാമാണ് കേട്ടോ. അതല്ല വിലക്കിയതാണ്, ചെയ്യൽ അനുവദിച്ചിട്ടില്ല. അല്ല തന്ന പണം കൊണ്ട് ധിക്കാരം കാണിക്കല്ലേ. കല്യാണത്തിന്റെ അന്നോ നിക്കാഹിന്റെ മജ്‌ലിസിൽ യാതൊരു ബറക്കത്തിറങ്ങാനുള്ള വഴിയുമില്ല. ഓഡിറ്റോറിയത്തിൽ വന്ന് മുസ്ലിയാരിരുന്ന് എന്ന് പറയുമ്പോ കബിൽതു നിക്കാഹ എന്ന് പറയുമ്പോ അതാ മുസ്ലിയാരെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ അതേ സെക്കൻഡിലൊന്ന് തിരിച്ചിട്ട് പെണ്ണിന്റെ അന്താരാഷ്ട്രം പിടിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയായാൽ മോനെ അവിടെ റഹ്മത്തിന്റെ മലക്കില്ല. അതുകൊണ്ട് നിന്റെ മകളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൾക്ക് നീ സ്വാലിഹായ ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കണം. അവളുടെ കല്യാണം നടത്തുന്ന മജ്‌ലിസ് ഹലാലാക്കണം. ചെറുപ്പക്കാരി, കല്യാണത്തിന്റെ തലേന്ന് മീൻ കോരുന്ന വലയും തലയിലിട്ടിട്ട് നീ ഹറാമ കാണിക്കാനുള്ള പ്രദർശന വസ്തു ആകല്ല മോളെ. അറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആരാണ്? മദീന പള്ളിയിലെ മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ വരുമ്പോഴേക്ക് മാറിയിരുന്നു പോയി. അവസാനം ആ രാജ്യത്തെ ഭരണാധികാരി വിടുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന കാലമാണ്. 40 കൊല്ലം അവിടുന്ന് ദർസ് നടത്തിയിട്ടുണ്ടെന്ന് അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. അതാ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുന്നു. രാജാവ് ഒരാളെ വിടുന്നു. അവിടുന്ന് രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഹദീസ് പഠിപ്പിക്കാനൊന്ന് കൊട്ടാരക്ക് വരണം. അങ്ങനെ ആളുകൾ ആ പള്ളിയിലേക്ക് പോകുന്നു. അവിടെയുള്ള ഏതെങ്കിലും ഒരു ആലിമിനെ കിട്ടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പള്ളിയിലേക്ക് ചെല്ലുമ്പോ അയാൾക്ക് ആളുകളെ ഒന്നും അറിയില്ല. അതാ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ ഇരുന്നിട്ട് ദർസ് നടത്തുകയാണ്. സൈഡിൽ പോയിട്ട് കണ്ണുകൊണ്ടെന്ന് ആംഗ്യം കാണിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. കൈകൊണ്ടെന്ന് കാട്ടി വിളിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ തിരിഞ്ഞില്ല. അവസാനം അടുത്തു വന്നിട്ട് പറഞ്ഞു, രാജാവിതാ ഇപ്പൊ ഞെട്ടിയുണർന്നിട്ട് ഹദീസ് പഠിപ്പിക്കുന്ന ആളെ വേണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് വരണം കേട്ടോ. മാ അന മിൻ ഹുദ്ദാസിൽ മുലൂക്ക്, ഞാൻ രാജാക്കന്മാർക്ക് വർത്താനം പറയുന്ന ആളല്ല. പൊയ്ക്കോടോ. നിങ്ങൾ അങ്ങനെ അല്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കാനാണ് രാജാവ് വിളിക്കുന്നത്. അയാൾക്ക് ഹദീസ് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കട്ടെ. ഈ പള്ളിയിൽ സ്ഥലമുണ്ട്. ഹാദാ മസ്ജിദു റസൂലില്ലാഹ്. രാജാവിന്റെ പാറാവുകാരൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെ അതാ പള്ളിയിൽ ചെന്നപ്പോ ഒരു മൊയ്ലിയാരുണ്ട്. വലിയ ഗമയിലാണിരുന്ന് ദർസ് നടത്തുന്നത്. കാണുമ്പോഴേ ചില പ്രൗഢിയുണ്ട്. ഒരുപാട് ആളുകൾ മുമ്പിൽ ഖിദ്മത്തെടുക്കാനുണ്ട്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുന്നെന്ന്. രാജാവിന് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് എഴുന്നേറ്റ് ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചു. ഇങ്ങനെ പറയാൻ ഇന്ന് കരുത്തുള്ള ആലിമാരാണ്? രാഷ്ട്രീയത്തിന്റെ കീഴിൽ തല കൊണ്ടുവച്ചു കൊടുക്കാത്ത പണ്ഡിതനാരാണ്? രാഷ്ട്രീയക്കാർക്കൊപ്പം ആട്ടം തുള്ളൽ നടത്താത്ത പണ്ഡിതൻ
ഉള്ളവനാരാണ്? അള്ളാന്റെ ദീനിനു വേണ്ടി നിലനിൽക്കുന്ന ആളാരാണ്? സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളായിരിക്കുമല്ലോ. ഉടനെ രാജാവ് പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പോയിരുന്നില്ലെങ്കിൽ അതായിരുന്നു നല്ലത്. അത് വലിയ സാഹിബുൽ ഇൽമാണ്, ഇൽമിന്റെ വലിയ ലോകമാണ്. ആ രാജാവ് സ്വന്തം മകന് വേണ്ടി സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ മകളെ കല്യാണം ആലോചിക്കുന്നു. പള്ളിയിലെ ഇമാമാണ്, മുദർരിസാണ്. ആ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ മകള് വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഉടനെ പറഞ്ഞു, രാജാവിന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുമോ? എന്റെ മകൾക്ക് രാജാവിന്റെ മകനെ വേണ്ട, എന്റെ മകൾക്ക് വേണ്ട. കാരണം താൻ കല്യാണം കഴിക്കുന്ന സമയത്ത് മദീനത്തെ ഏത് ഖുറൈശിയുടെയും മകളെ കിട്ടുമായിരുന്നു. എല്ലാവരും പ്രപ്പോസൽ നടത്തിയിട്ടുണ്ട്. അവസാനം തൃപ്തിപ്പെട്ടത് അബൂ ഹുറൈറ തങ്ങളുടെ മകളെ കൊണ്ടാണ്. കാരണം വഹുവ സാഹിബുൽ ഇൽമി വൽ വഖാർ വഖാദിമു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമും വിജ്ഞാനത്തിന്റെ വലിയ നേതാവുമാണ്. അതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളുടെ മകളെ കല്യാണം കഴിച്ച മഹാനാണ് സയ്യിദുനാ സയ്യിദുത് താബഈൻ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവസാനം അവിടുത്തെ പള്ളിയിലെ ഒരു മുതഅല്ലിമ് ഒന്നാമത്തെ കല്യാണത്തിലെ ഭാര്യ മരണപ്പെട്ടു പോയി. 5-6 ദിവസം ദർസ് മുടങ്ങി. പിന്നെ പള്ളിയിലേക്ക് വരുമ്പോ ചോദിച്ചു, എവിടായിരുന്നു മോനെ? എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി ഉസ്താദേ. അന്നപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ മോനെ? ഞങ്ങൾ വന്ന് തജ്ഹീസിൽ കൂടുമായിരുന്നല്ലോ. അത് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ ഒരൊറ്റ ചോദ്യമാണ്, നിനക്കിനി ഒരു ഭാര്യയും കുടുംബ ജീവിതവും ഒക്കെ വേണ്ടേ മോനെ? എനിക്കാരാണ്? ഞാൻ വരുമാനമില്ലാത്ത, മുക്കാക്കാശിന് വകുപ്പില്ല, ആകെ എന്റെ കയ്യിൽ 20 ദീനാറേ ഉള്ളൂ. അങ്ങനത്തെ പാവപ്പെട്ട എനിക്കാരെങ്കിലും പെണ്ണ് തരുമോ? ഞാൻ തരാം മോനെ. എന്റെ ആബിദത്തായ മകള് വീട്ടിലുണ്ട്, അവളെ നിനക്ക് തരാം. അവള് സുന്ദരിയാണ്. എന്റെ ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റു, എന്റെ അടുക്കലേക്ക് വന്നു, അടുത്തുള്ള സാക്ഷികളെ പിടിച്ചടുത്തേക്കിരുത്തി. എന്നിട്ട് നിക്കാഹിന്റെ സ്വീകയങ്ങ് ചൊല്ലി എന്നോട് കബൂലാക്കാൻ പറഞ്ഞു. ഞാനങ്ങ് കബൂലാക്കിപ്പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് അതാ എന്റെ വീട്ടിന്റെ വാതിൽക്ക് ഒരു മുട്ട് രാത്രി കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, മൻ ആരാണ്? അന സഈദ്, ഞാൻ സഈദാണ്. ഉടനെ ബഹുമാനപ്പെട്ട മരുമകൻ പറയുകയാണ്, മക്കയിലും മദീനയിലുമുള്ള എല്ലാ സഈദും എന്റെ തലയിൽ വന്നു. മക്കയിലുള്ള ഇന്ന സഈദായിരിക്കുമോ? ആ സഈദായിരിക്കുമോ? ഈ സഈദായിരിക്കുമോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളല്ലാത്ത എല്ലാ സഈദുമാരും ഈ സഈദ് എന്ന് മറുപടി കേട്ടപ്പോ ഇന്ന വീട്ടിലതാണോ ഇന്ന വീട്ടിലതാണോ എന്റെ തലയിലൂടെ മിന്നി മറഞ്ഞു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ മാത്രം വന്നില്ല. ഞാൻ വാതിലൊന്ന് മെല്ലെ തുറന്നിട്ട് ചോദിച്ചു, ഏത് സഈദാണ്? അന സഈദ് ഇബ്നുൽ മുസയ്യിബാണ്. എനിക്ക് അത്ഭുതമായി. 40 കൊല്ലമായിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും ഇങ്ങനൊരു വഴിയിലല്ലാതെ വേറെ വഴിയിലൊന്നും കാണാത്ത സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ എന്റെ വീട്ടിൽ വന്ന് മുട്ടുകയോ? എന്താണ് ഉസ്താദേ? മോനെ, നിന്റെ ഭാര്യ എന്റെ മകളാണല്ലോ, അതാ എന്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇനി ഒറ്റക്കുറങ്ങുന്നത് ശരിയല്ല, എന്റെ മോളെ വിളിച്ചോ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹ് വബിബറകത്തി റസൂലില്ലാഹ് ബറകല്ലാഹു ലക്കുമാ എന്നങ്ങ് ദുആരെന്ന് വീട്ടിലേക്ക് കയറ്റി കൊടുക്കുമ്പോ അതാ മരുമകൻ പറയുന്നു, ഞാൻ അയൽവാസികളെയൊക്കെ വിളിച്ചിട്ട് വിഷയം പറഞ്ഞു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ എനിക്ക് മകളെ കെട്ടിച്ചു തന്നു, ഇപ്പൊ ഇവിടെ കൊണ്ടാക്കി തരികയും ചെയ്തു. അപ്പൊ പ്രായമുള്ളൊരു ഉമ്മ, എന്താടാ നീ പറയുന്നത്? നിനക്ക് നേരം വെളുത്തിട്ടില്ലേ? മദീന പള്ളിയിലെ വലിയ മുദർരിസ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബാണോ? അതെ, അവിടുത്തെ മകള് വലിയ ഇൽമു തഫ്സീറും ഇൽമുൽ ഹദീസും ഒക്കെ അറിയുന്ന വലിയ പണ്ഡിതയായ മകളാണോ? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അടുക്കളയിലേക്കൊന്ന് പോയി നോക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കാരണം നേരം പോക്കിന് ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാനെ ഒന്ന് വീട്ടിൽ നിന്നാരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ടുവരൂ. അയൽവാസികളായ ഉമ്മമാരെ നിങ്ങളൊന്ന് നേരം പോക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു.
അതുകൊണ്ട് ആധുനിക യുഗത്തിൽ പണത്തിന്റെ പത്രാസിന്റെ പേരിൽ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് ദുനിയാവിന്റെ വഴിയിലേക്ക് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദ് ബിൻ മുസയ്യിബ് തങ്ങളോട് ചോദിക്കുന്നു, എന്തേ രാജാവിന്റെ മകന് കെട്ടിച്ചു കൊടുക്കാതെ പരമദരിദ്രനായൊരു മുത്തല്ലിമിന് എന്തേ നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുത്തത്? മറ്റൊന്നുമല്ല, എന്റെ മകൾ അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്യണം. വഹിയ ദിമ്മത്തുൻ അലാ ഉനുഖി വഇൻദല്ലാഹി മസ്ഊൽ. അള്ളാന്റെ കോടതിയിൽ എന്നോട് ചോദിക്കുമെടാ, നിനക്ക് ഉത്തരവാദിത്തപ്പെടുത്തി തന്ന മകളെ നീ എന്താടാ ചെയ്തത്? ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി സിനിമയെ പോലെ പ്രദർശനത്തിനിരുത്തിയോ? അവളുടെ കല്യാണത്തിന്റെ തലേന്ന് ഗാനമേള നടത്തിയോ? തലേന്ന് വീഡിയോക്കാരന് കൊണ്ടു നടക്കാനും കിടത്തി വീഡിയോ പിടിക്കാനും വിട്ടോ എന്ന് ചോദിക്കും കേട്ടോ. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിട്ടാൽ അവൾ വെപ്പാട്ടിമാരുടെ ഇടയിൽ അള്ളാനെ മറന്നു പോകുമല്ലോ. പിന്നെ അവള് രാജ്ഞിയായിട്ട് കസേരയിലിരിക്കുമ്പോ യഥാർത്ഥ രാജാവിനെ മറന്നു പോകുമല്ലോ. അവസാനം എന്റെ മകള് നരകത്തിലേക്കായി പോയാൽ കല്യാണം കഴിച്ചു കൊടുത്ത ഞാൻ ഉത്തരവാദിയാകുമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദീനയിൽ ദർസ് നടത്തിയ സയ്യിദ് ബിൻ മുസയ്യിബ് തങ്ങൾ ദീന് പഠിപ്പിച്ചു തരുമ്പോ ഈമാനുള്ളവരെ എഞ്ചിനീയർ ആണെന്ന് കണ്ട്, ഡോക്ടറാണെന്ന് കണ്ട്, വലിയ വലിയ ബിസിനസ്മാൻ ആണെന്ന് കണ്ട് നിസ്കരിക്കാത്തവന് മകളെ കെട്ടിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ദീനില്ലാത്തവന് കെട്ടിച്ചു കൊടുക്കരുത്. നിന്റെ മകൾ നാളെ ദുനിയാവിന്റെ അടിമയാകാൻ കെട്ടിച്ചു കൊടുക്കരുത്. സിനിമാ താരമാകാൻ വിട്ടയച്ചു കൊടുക്കരുത്. അള്ളാന്റെ കോടതിയിൽ നിന്നെ പിടിക്കും കേട്ടോ. ഞാൻ വലിയ 40 ഹജ്ജ് ചെയ്ത ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായവരാരോ അവർക്കാണ് ആനുകൂല്യം കേട്ടോ. ദുനിയാവിലെ പണം കൊടുക്കുന്നതിന് മാനദണ്ഡമില്ല. ഇവിടെ കള്ളുകുടിയന്മാർക്ക് കൊട്ടാരമുണ്ട്. അള്ളാഹ്ക്ക് അവരോട് തൃപ്തിയുള്ളത് കൊണ്ടല്ല, ദുനിയാവിനോട് അള്ളാഹ്ക്ക് വിലയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മോനെ, നീ ദുനിയാവിന്റെ വഞ്ചനയിൽ പെടണ്ട. ചെറുപ്പക്കാര്, തെരുവിലേക്ക് ഇറങ്ങിയ മുഴുവനും ഹറാമിന്റെ കൊട്ടാരങ്ങളാണ്. വഞ്ചിക്കപ്പെടണ്ട. സ്വർഗമെന്ന മഹത്തായ കൊട്ടാരമുണ്ട്. അതാണ് മേറാജിന്റെ രാത്രിയിൽ ഒരു താഴ്വരയിൽ ഇറങ്ങുമ്പോ കസ്തൂരിയുടെ ഗന്ധം വരുന്നു. മിൻ ഐന ഹാദാ യാ ജിബ്രീൽ, ഇതെവിടെന്നാണ് ജിബ്രീല്? അത് നബിയേ, സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ. അടുത്തൊരു താഴ്വരയിലേക്ക് ചെല്ലുമ്പോ ദുർഗന്ധം വരുന്നുണ്ട്. ഇതെവിടുന്നാണ് ജിബ്രീൽ? അത് നരകത്തിന്റെ ദുർഗന്ധമാണ് നബിയേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ടും അറിഞ്ഞിട്ട് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാര്, കള്ളുകുടിയിലേക്ക് പോകണ്ട, സിനിമ കണ്ട് നേരം കളയണ്ട. അന്യ പെണ്ണിനോട് അകലം സൂക്ഷിക്കാൻ അള്ള പറഞ്ഞതാണ്. നീ സൂക്ഷിച്ചു ജീവിച്ചോ. പലിശ അള്ള വിലക്കിയതാണ്, തൊടാതെ കാത്തുരക്ഷിച്ചോ. വലിയ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുള്ള കാലമാണ്. സ്വയം സഹായ സംഘങ്ങൾ വരുന്ന കാലമാണ്. RMP പോലെയുള്ള ചതിക്കുഴികളുള്ള ചെയിൻ ബിസിനസ് വരുന്ന കാലമാണ്. DXN പോലെയുള്ള പൂഴ്ത്തിവെപ്പ് ബിസിനസ് വരുന്ന കാലമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള 50-ൽ-പരം നിക്ഷേപങ്ങളുള്ള മുഴുവൻ നിക്ഷേപ മേഖലകളിലും 50% പലിശയാകണമെന്ന് റിസർവ് ബാങ്കിന്റെ നിയമമാണ്. അതിൽ നീ ഷെയർ എടുക്കണ്ട, അതിൽ നീ വഞ്ചിക്കപ്പെടണ്ട. നിനക്കിവിടെ കൊട്ടാരം പണിഞ്ഞാൽ ആഖിറത്തിൽ കൊട്ടാരമില്ല. ഹലാലല്ലാത്തത് കൊണ്ട് നീ വലിയ മാളിക പണിതാൽ സ്വർഗത്തിൽ നിനക്ക് വീടില്ല.
അതുകൊണ്ട് നിങ്ങൾ സാബിഖൂ ഇലൽ ഖൈറാത്ത്. മോനെ, മരണം എപ്പോഴാണെന്നറിയില്ല. ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരന്റെ തലയിൽ പഴുത്ത ചക്ക വീണിട്ട് മുഖം മൂടി മരിക്കുന്നു. അള്ളാന്റെ ഖളാഇന്റെ കൃത്യത നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? വഴിയരികിലൂടെ പോകുന്ന സൈക്കിൾ യാത്രക്കാരന്റെ തലയിൽ റോഡരികിൽ നിൽക്കുന്ന തെങ്ങുമറിഞ്ഞു വീണ് തലയിൽ തന്നെ വീണ് മരിക്കുന്നു. ലാ യസ്തഖിറൂന സായതൻ വലാ യസ്തഖദിമൂൻ. വരതെറ്റാതെ നിരതെറ്റാതെ അള്ളാന്റെ ഖളാഇ വരുന്നുണ്ട്. അതുകൊണ്ട് മോനെ, എല്ലാ വയസ്സുകാരും മരിക്കുന്നവരാണ്. ഖബർസ്ഥാനിലേക്കൊന്ന് പോയി നോക്ക്. 6 മാസമായ കുഞ്ഞിന്റെ ഖബറുണ്ട്, 1 വയസ്സായ കുട്ടിയുടെ ഖബറുണ്ട്, 2 വയസ്സായ കുഞ്ഞിന്റെ ഖബറുണ്ട്, 100 വയസ്സായ ഉമ്മാന്റെ ഖബറുണ്ട്. അങ്ങനെ എല്ലാ വയസ്സുകാരും ഉള്ളതാണ് ഖബർസ്ഥാൻ കേട്ടോ. അതുകൊണ്ട് താൽക്കാലികമായ ഈ ദുനിയാവിൽ പളപളപ്പിന്റെ പേരിൽ ആഖിറത്തെ മറക്കണ്ട. എല്ലായിടത്തൊന്നും ദുനിയാവ് വിളിക്കുന്ന കാലമാണ്, അണിഞ്ഞൊരുങ്ങി ആട്ടി വിളിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടണ്ട. വഖാലിഫിൻ നഫ്സ വശൈത്താന വസീമാ ഫഇൻഹുമാ മഹലാ കന്നസഹ ഫത്തഹിമീ. മോനെ, നിന്റെ ദേഹേച്ഛ, പെങ്ങളെ, നിന്റെ ദേഹത്തിന്റെ വികാരം, അതും പിശാചും നിന്നെ ഇങ്ങനെ മാടി മാടി വിളിച്ചാൽ അതെത്ര വലിയ നല്ല ഉപദേശമാണെങ്കിലും അത് നിന്നെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഉപദേശമാണ്. പെട്ടുപോകണ്ട. പൊന്നു പെങ്ങളെ, നിന്റെ വസ്ത്രം അവിടുന്ന് ഇന്ത്യൻ ഭൂപടം വരച്ചിട്ട് കാശ്മീരും കേരളവും അടയാളപ്പെടുത്താൻ പറയും പോലെ നിന്റെ അവയവങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റുന്ന വസ്ത്രം ധരിക്കണ്ട. നീ അവിടുന്ന് അള്ളാഹുവിനെ ഓർത്ത് നിന്റെ അവയവങ്ങൾ നീ മറക്കണം. ഔറത്ത് മറച്ചുകൊണ്ട് ജീവിക്കണം. വാപ്പാമാർക്കൊക്കെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? +2ന്റെ റിസൾട്ട് വന്നു, SSLCയുടെ റിസൾട്ട് വന്നു, എന്റെ മകൾക്ക് എത്ര A+ ഉണ്ടെന്ന് ചോദിക്കുന്ന എല്ലാ വാപ്പാമാരും പഠിച്ചുപോയി, വയസ്സന്മാരും പഠിച്ചുപോയി. എന്നാൽ 13ാമത്തെ വയസ്സിൽ എന്റെ മകള് പ്രായപൂർത്തിയായി. പിന്നെ SSLC വരെ അവൾ 2 കൊല്ലം സ്കൂളിൽ പഠിച്ചു. എന്റെ മകൾക്ക് നിസ്കാരം ളുഹർ കിട്ടിയോ? അസർ അവള് നിസ്കരിച്ചോ? മഗ്രിബിന് അവള് നിസ്കരിച്ചോ? ഖബറിലേക്ക് ചെല്ലുമ്പോ ഇംഗ്ലീഷിന് A+ കിട്ടിയോ എന്നല്ല ചോദിക്കുക, നിസ്കാരത്തിന് A+ ഉണ്ടോ എന്നുള്ള ഖബറിൽ ചോദിക്കും കേട്ടോ. അതെന്റെ മകൾക്ക് കിട്ടിയോ ഇല്ലയോന്ന് ഏതെങ്കിലും വാപ്പാമാർക്ക് ഇതുവരെ തലവേദന ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഈ ദുനിയാവിലെ ജീവിതം ആഖിറത്തിന്റെ മുന്നോടിയാണ്. ഒരൊറ്റ ചെറിയ സംഭവം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ ഇമാമുകളും ആഖിറത്തെ ഓർത്ത് കരഞ്ഞവരാണ്. എല്ലാ സാലിഹീങ്ങളും അതോർത്ത് കരഞ്ഞവരാണ്. അതിന്റെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാമു സാഹിദീൻ വ ഇമാമുൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീൻ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഒന്നെന്റെ സഹോദരങ്ങൾ അല്പസമയം ഒന്ന് എഴുന്നേറ്റു നിന്നാല് അതൊന്ന് ബറക്കത്തിന് പറഞ്ഞ് മിഅ്റാജിന്റെ മഹത്വം വാഴ്ത്തപ്പെടുന്ന രാത്രിയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളെയാണ് മിഅ്റാജിന്റെ നോമ്പ്. അപ്പൊ ഇന്ന് മിഅ്റാജിന്റെ രാവാണ്. അപ്പോഴോ നമുക്കൊന്ന് ദ്വാരക്കാമല്ലോ. അറിയുമോ? ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങള് അവിടുന്ന് രാത്രി പരയുടെ മച്ചിന്റെ മുകളിൽ കയറിയിട്ട് രാവിലെ വരെ ഇബാദത്തിലാണ്. ആ ഇമാമുൽ ആലം തങ്ങളങ്ങ് വഫാത്തായതിന്റെ പിറ്റേന്ന് അയലത്ത് വീട്ടിലെ കുട്ടിയുടെ ചോദ്യം, ഉമ്മാ, ആ വീട്ടിന്റെ മേലെ രാത്രി ഒരു തൂണ് കാണാറുണ്ടല്ലോ, ആ തൂണ് കാണുന്നില്ലല്ലോ. മോനെ, അത് തൂണല്ല, അതിമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെന്ന നമ്മളുടെ അയൽവാസിയായ പണ്ഡിതനായിരുന്നു മോനെ. രാത്രി നിന്ന് നിസ്കരിച്ചതാണ് മോനെ. ഇപ്പൊ ഖബറിലാണ് മോനെ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ പള്ളിയിലെ മുഅസ്സിൻ പറഞ്ഞൊരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് മൗലായ ചൊല്ലി ദ്വാരക്കാമല്ലോ.
എന്താണെന്നറിയുമോ? അതാ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മുഅദ്ദിൻ സാഹിബ് പള്ളിയിൽ നിന്ന് പോകാൻ നേരം ഇമാമുൽ അഅ്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങൾ പള്ളിയിൽ നിന്ന് പോകുമ്പോ ഈ വിളക്കെടുത്തങ്ങ് മാറ്റിയേക്കണേ. ഖൈറാത്തുൽ ഹിസാൻ എന്ന കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെ പരാമർശങ്ങളും അതുപോലെ അബൂ ഹനീഫ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. വിളക്കെടുത്തൊന്ന് മാറ്റിവെക്കണേ. ഉടനെ അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ എഴുന്നേറ്റ് നിന്നങ്ങ് കൈകെട്ടിയിട്ട് ഖുർആനിലെ ആഖിറത്തെ കുറിച്ചുള്ള ഒരായത്തങ്ങ് ഓതുമ്പോ പിന്നെ അവിടുന്ന് ആയത്തിനെ ഓർത്ത് കരയാൻ തുടങ്ങി. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ തുടങ്ങിയുള്ള ആഖിറത്തിന്റെയും പരലോകത്തിന്റെയും ആയത്തങ്ങ് പാരായണം ചെയ്ത് കരയുന്നു. അല്ലാഹുവിനോട് റഹ്മത്തിനെ തേടുന്നു, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. തേടി തേടി കരയുന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞു നിന്ന് അവസാനം സുബഹിയുടെ വാങ്ക് കൊടുക്കാൻ മൊല്ലാക്ക വീട്ടിൽ നിന്ന് വന്നിട്ട് അതാ വിളക്കെടുക്കാൻ നേരം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, ക്ഷമിക്കണം കേട്ടോ, ഞാൻ വിളക്കെടുത്തു വെച്ചേക്കാം, നിങ്ങൾ പൊയ്ക്കോ. ഉടനെ പറയുന്നു, അബൂ ഹനീഫ തങ്ങളെ സമയം എത്രയായെന്നറിയുമോ? സുബഹിയുടെ വാങ്ക് കൊടുക്കാനായി കേട്ടോ. ഇതുപോലെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കിഷ്ടമുള്ള സീരിയൽ മുഴുവനും കണ്ടിട്ട് കഴിയില്ല. അതുകൊണ്ട് അതിൽ വഞ്ചിക്കപ്പെടണ്ട. ഉള്ള പെണ്ണുങ്ങളോട് മുഴുവനും ഇടകലർന്നിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ സൂക്ഷിക്കണം. ഉള്ള തോന്നിവാസം മുഴുവനും ചെയ്തിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ താഴത്തിലേക്ക് വരണം. മോനെ, ദുനിയാവ് വല്ലാത്ത വഞ്ചനയുടെ കാലമാണ്. എന്തൊക്കെ കണ്ടാൽ ജീവിക്കേണ്ട കാലമാണ്. ഹലാലേത് ഹറാമെന്ന് തിരിയാത്ത മുതശാബിഹാത്തിന്റെ കാലമാണ്. ഉമ്മമാരെ വ്യഭിചരിക്കുന്ന മക്കളുള്ള കാലമാണ്. അങ്ങനെ വല്ലാത്ത ഈ ആഖിർ സമാനിൽ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ ജനാസ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെക്കുമ്പോ സൗന്ദര്യം കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധം വേണം. നിങ്ങളുടെ പണം കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധ്യം വേണം. പത്രാസ് കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധ്യം വേണം. അവിടെ രക്ഷപ്പെടണോ? അൽഅമാലു സ്വാലിഹാത്ത്, സ്വാലിഹായ അമല് ചെയ്തോ. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവിടുന്ന് ക്ഷമിക്കാനും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കാനുള്ള ക്ഷമയും സത്യം തുറന്നു പറയാനുള്ള ബോധ്യവും അല്ലാഹു തആല നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ബിബറകത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ أمن تذكر جيران بذي سلمي مزجت دما جرى من مقلة بدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سريت من حرم ليلا إلى حرمي كما سرى البدر في دعج من الظلم. مولاي
على حبيبك خير خلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأنت تخترق سبع الطباق بهم في موكب كنت فيه صاحب العلم مولاي صل على حبيبك خير الخلق كلهم حتى إذا لم تدع شأوا لمستبقين من الدنو ولا مرقى لمستنمين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم خفضت كل مقام بالإضافة نوديت بالرفع منه للمفرد الألمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كيما تفوز بوصل أي مستتري أدي العيون وسر أي مقتتمي مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم فحوت كل فخار غير مسترك وجرت كل مقام غير مزدحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وجل مقدار ما وليت من رتبي وعز إدراك ما وليت من نعمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الحمد لله رب العالمين اللهم صل على رسولك وحبيبك ونبيك وصفيك محمد صلى الله عليه وسلم അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഇസ്രാ മിഅ്റാജ് നീ അവിടുന്ന് നൽകിയ ബഹുമാനം പറഞ്ഞ മജ്ലിസാണ് റഹ്മാനേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്
ഇന്നത്തെ ദിവസം സമ്മാനമായി ഞങ്ങൾക്ക് തന്നിട്ട് പോയ നിസ്കാരം മരണം വരെ കൃത്യമായി നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. റഹ്മുർറഹീമായ മലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ റബ്ബേ, നിന്റെ ജലാലിയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വിറയ്ക്കുന്നവരാണ്. നിന്റെ റഹ്മത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കൊതിക്കുന്നവരാണ്. നിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നെന്ന് വാദിക്കുന്നവരാണ്. അതൊക്കെ സ്വാദിഖാക്കി തരണം റഹ്മാനേ, സ്വാദിഖാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ, എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ, എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനേ, ഉസ്താദുമാർക്ക് പൊറുക്കണേ റഹ്മാനേ. സ്നേഹജനങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. കിബ്ർ, ഉജ്ബ്, ജബ്ന്, ബുഖ്ൽ, ഗീബത്ത്, നമീമത്ത്, റിയാ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനേ. അത്തരം രോഗങ്ങൾ ഞങ്ങളുടെ ഖൽബിൽ നിന്ന് നീക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട് റഹ്മാനേ. പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, ഹാർട്ടിന് തകരാറുള്ളവർ, ഹാർട്ടിന് ഹോളുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചവർ, ക്ഷീണം സംഭവിച്ചവർ, തളർന്നുപോയവർ, അങ്ങനെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഖൽബ് സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് അവിടുന്ന് ശഖ്ഖു സദ്ർ, അതൊന്നും പറയാൻ ഇവിടെ അവസരവും സമയവും കിട്ടിയിട്ടില്ല. അത്രയും വലിയ ബഹുമാനവും ശുദ്ധീകരണവും നടത്തിയ രാത്രിയുടെ ചരിത്രമാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത്. അതിന്റെ ബറക്കത്ത് കൊണ്ട് അറ്റാക്കിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. വന്നവരെ സംരക്ഷിക്കണേ അല്ലാഹ്. ചികിത്സയിൽ കഴിയുന്നവർക്ക് ശിഫയാക്കണേ അല്ലാഹ്. 30 ദിവസം പ്രായമായ ഒരു കുട്ടിക്ക് 3 ലക്ഷം രൂപയുടെ സർജറി വേണമെന്ന് ഡോക്ടർമാര് നിർദ്ദേശിച്ചതായി ഇവിടെ എഴുത്തു വന്നു. അല്ലാഹുവേ, നീ സലാമത്താക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ബറക്കത്ത് കൊണ്ട് നീ ദുആനെ ഒന്ന് സ്വീകരിച്ച്, ഇവിടെ മുതല്ലിമീങ്ങൾ, കൊച്ചുമക്കള്, പ്രായമുള്ളവരുള്ള മജ്ലിസാണ്. നിന്റെ മാസമെന്ന റജബിന്റെ മാസമാകുന്ന മാസത്തിലുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് സർജറി വേണ്ടെന്ന് പറയാനുള്ള വിധത്തിൽ ആ കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണേ അല്ലാഹ്, മെച്ചപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു എന്ന പേര് ജലാലത്തിന്റെയും അതുമാത്രമല്ല ഇസ്മുൽ അഅ്ളമാണ് ഇബ്നു ഹജർ തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വസീലയാക്കുന്നു അല്ലാഹ്. നിനക്കൊരിക്കലും തട്ടാൻ പറ്റാത്ത വിധം നീ ഹുല്ലത്ത് സ്വീകരിച്ചു പോയ നബിതങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ആ കുട്ടിയെ ആ സർജറിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അഹ്ലു ബൈത്ത് വന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഇസ്റാ മിഅ്റാജിന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്തേകണേ അല്ലാഹ്. അളീമായ റബ്ബേ, ഞങ്ങൾ വല്ലാത്ത പാവങ്ങളായ അടിമകളാണ്. ഞങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. ഹലാലായൊരു വീട് തരണേ അല്ലാഹ്. നിന്റെ ഹബീബിനോട് അങ്ങേറ്റത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്, മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഖായിബാക്കല്ല അല്ലാഹ്, ഖായിബാക്കല്ല അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഖൽബൊന്ന് മുനവ്വറാക്കണേ അല്ലാഹ്.
ജീവിതാവസാനം വരെ ഇൽമിന്റെ ഖിദ്മത്തിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരണത്തിന്റെ അന്ന് വരെ തദ്രീസ് കൊണ്ടും മുതാല കൊണ്ടും ഇൽമു കൊണ്ട് നിന്റെ റിളക്ക് വേണ്ടി മുസ്തഖിലാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അത് നിന്റെ നൂറാകുന്ന ഇൽമു ഞങ്ങളുടെ കൽബിൽ വരാനുള്ള വഴിയാക്കണേ അല്ലാ.